KHDC ഫിറോസ് ഇക്ക തന്ന വീട്. കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകനായ രാഹുൽ ദാസിനും ഇളയ മകനായ വിപുൽ ദാസിനും ഒരേപോലെ അവകാശത്തിലാണ് കൊടുക്കുന്നത്. എൻ്റെ 2 മക്കൾക്കും, അതായത് എൻ്റെ സുധിച്ചേട്ടൻ്റെ 2 മക്കൾക്കും ഒരേപോലത്തെ അവകാശത്തിൽപ്പെട്ട വീടാണ് ഈ വീട്. വീട് മോശമായെന്നോ അല്ലെങ്കിൽ അയാൾ തന്ന മോശമാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. 2 മക്കൾക്കും കൊടുത്ത വീടാണ്. സോ ഞാൻ നന്ദിയോടും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ പറഞ്ഞു, ചോദ്യം നടത്തുന്നത് അത് പിടിച്ച് പിന്നെ അങ്ങ് പ്രശ്നമാക്കിയത് അവർ തന്നെയാണ്. ഈ ഫിറോസ് ഇക്ക തന്നെയാണ് ഇത്രയും ഇത് വിവാദങ്ങളാക്കിയെന്നാണ് എൻ്റെ ഇത്. പിന്നെ അതിൽ കുറേ പേരും ഒരു ബീവിമാരും കുറേ മഞ്ജു ആന്റണിമാരും ഒക്കെ അങ്ങ് എന്നെ ഇട്ട് അലക്കാൻ തുടങ്ങി. കിച്ചു രേണു സുധി, നമുക്കറിയാം ആ ഒരു വീട് വച്ച് കൊടുത്തതിന് ശേഷം ആ വീട്ടിൽ ചില അപാകതകൾ ഉണ്ടായി, അതാണ് ഇതാണെന്ന് പറഞ്ഞ് രേണു സുധി രംഗത്ത് വന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇത് ശരിക്കും പറഞ്ഞാൽ രേണു സുധി പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളത്. ഈ വിഷയത്തിൽ, അതായത് ഈ വീട് വിഷയത്തിൽ യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കിയത് രേണു സുധി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. രേണു സുധിയാണ് ഇതിനൊരു തുടക്കമിട്ടത് ശരിക്കും പറഞ്ഞാൽ. കാരണം നിങ്ങളിത് ഞങ്ങൾക്ക് ശരിയാക്കി തന്നേ പറ്റത്തുള്ളൂ, അതാണ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈൻ മീഡിയ വഴി രേണു സുധി തന്നെയാണ് ഈ പ്രശ്നം വലിയ തോതിൽ വലുതാക്കി മാറ്റി. അതിനുശേഷം തന്നെയാണ് ഈ പ്രശ്നം അറ്റം ഒരുമാതിരി ചളമായി കുളമാവുന്ന തരത്തിൽ സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് നാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറയുന്നതിനും അവതരിപ്പിക്കുന്നതിനും ഒക്കെ തന്നെ ഒരു രീതികളുണ്ട്. ആ രീതിയിൽ നമുക്ക് പറയാം, ഇത് എന്തോ ഒരു ഭയങ്കര ഇതായിട്ട് അവർക്കെന്തോ ബാധ്യത ഉള്ള കണക്ക് നമ്മൾ അവരുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന കണക്കുള്ള ഒരു പെരുമാറ്റമായിരുന്നു രേണു സുധീരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് ഇത് ഞങ്ങൾക്ക് ചെയ്തു തന്നില്ലെങ്കിൽ അതാണ് ഇതാണ് മറ്റതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ രേണു സുധീരുടെ ഭാഗത്ത് നിന്ന് അന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് രേണു സുധീര പല ഓൺലൈൻ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യത്തിന്. അപ്പോൾ രേണു സുധി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. പകരം സുധിയുടെ മകനായിട്ടുള്ള കിച്ചു വന്നിട്ട് പറഞ്ഞ കാര്യം എന്താണ്, രേണു സുധി മറിച്ച് പറഞ്ഞെങ്കിൽ എന്നാൽ കിച്ചു അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. അതായത് രേണു സുധിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കിച്ചു പറഞ്ഞിട്ടില്ലായിരുന്നു. കിച്ചു ഇപ്പോൾ ലാസ്റ്റ് ഒരു ലൈവ് വന്നപ്പോഴത്തേക്കും കിച്ചു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ വീട് വെച്ച് തന്നവർ അവർക്കൊരു ബാധ്യതയുമില്ല, ഞങ്ങൾ പറയുന്ന കേട്ട് അത് ചെയ്യാനും ഇത് ചെയ്യാനും വീട് വെച്ച് തന്ന ആ ഒരു നന്ദി കിച്ചുവിനുണ്ട് എന്നുള്ളത് 100% കിച്ചുവിൻ്റെ ആ ഒരു ലൈവിൽ നിന്ന് 100% വ്യക്തമാണ്. കാരണം ഒരു ചെറിയൊരു കാര്യമല്ല ഒരു വീട് വച്ച് കൊടുക്കുക എന്നുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം, അത് മനസ്സിലാക്കി വേണം നമ്മൾ പെരുമാറാൻ. അല്ലാതെ അഹങ്കാരം തലയ്ക്ക് മൂത്തിട്ട് നമ്മൾ ഓരോന്ന് വിളിച്ചു പറയല്ല ചെയ്യാറുള്ളത്. ഇതുപോലുള്ള പ്രവർത്തികൾ ഓരോരുത്തർ ചെയ്തു തരുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു സഹായമാണ്. അത് മനസ്സിലാക്കാതെയുള്ള ഒരുമാതിരി എന്താ പറയുക, അഹങ്കാരം മൂത്തിട്ട് ഓരോന്ന് പറയാനോ ചെയ്യാനോ നിൽക്കുകയല്ല വേണ്ടത്. അതിൻ്റെതായ രീതിയിൽ ഓരോ കാര്യങ്ങൾ. കാരണം നമുക്കെപ്പോഴും ആ ഒരു നന്ദി ഉണ്ടാവണം. അല്ലാതെ ആ ഒരു നന്ദിയില്ലാത്ത രീതിയിൽ നമ്മളെന്തോ വലിയ സംഭവമായി മാറി അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തു തന്നേ പറ്റത്തുള്ളൂ, ഇങ്ങനെ ചെയ്തു തന്നേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലോട്ടുള്ള ഒരു കടുംപിടുത്തം അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു വൃത്തികെട്ട ചിന്താഗതിയിലല്ല മുന്നോട്ട് പോകേണ്ടതെന്ന് പറയുന്നത്. അത് രേണു സുധി ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു എന്നതിന് സംശയമില്ല. അത് കിച്ചു ശരിക്കും പറഞ്ഞാൽ തിരുത്തുകയാണ് ചെയ്തത്. കാരണം രേണു സുധിയുടെ ഭാഗത്ത് നിൽക്കാതെ കിച്ചു വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കിച്ചു കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അത് ശരിക്കും പറഞ്ഞാൽ രേണു സുധിക്ക് നല്ല രീതിക്ക് കൊള്ളുന്ന തരത്തിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ രേണു സുധിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയായിരുന്നു കിച്ചു പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. ചിലപ്പോൾ രേണു സുധി പോലും പ്രതീക്ഷ കാണത്തില്ല കിച്ചുവിൽ നിന്ന് ഇങ്ങനെയുള്ള മറുപടി എന്ന് പറയും. അതോടൊപ്പം തന്നെ 2ാമത്തെ മകനും കൂടി അവകാശപ്പെട്ടത് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. അതിങ്ങനെ രേണു സുധി ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ എത്ര ഉയരങ്ങളിൽ എത്തിയാൽ നമ്മൾ വന്ന വഴി മറക്കരുത്. അതാണ് ഇവിടെ രേണു സുധിക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു തെറ്റെന്ന് പറയുന്നത്. ഇപ്പൊ രേണു സുധി പറയുന്നത് എന്താ, ഇനിയിപ്പോൾ ഞാൻ ഫിറോസിക്കയെ കുറിച്ച് അത് ഇങ്ങനെ മറ്റത് മറിച്ചത് ആ വീടിനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല എന്നുള്ളത്. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഏറെ കയറും എന്നുള്ളത് രേണു സുധിക്ക് തന്നെ വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം ഓൾറെഡി പറഞ്ഞ് നല്ല രീതിക്കുള്ള പണി കിട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വേണം. അതിന് എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഓക്കെ, അത് ആ ഒരു രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാം. അതിന് പകരം നമ്മൾ എന്തോ വലിയ ഇപ്പൊ കാണിച്ചു തരാം മറ്റതാണ് മറിച്ചതാണ് എന്നുള്ള ആ ഒരു മൈൻഡിലാണെങ്കിൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഈ പറയുന്ന വ്യക്തിക്ക് തന്നെ, ഈ വീട് വെച്ച് തന്ന വ്യക്തിക്ക് തന്നെ പിന്നെ മറ്റൊരാളെ സഹായിക്കാനായിട്ട് തോന്നുമോ? ഇങ്ങനെ ഒരു ദുരനുഭവം അയാൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ മനസ്സിൽ തന്നെ തോന്നും, ഇനി മറ്റൊരാളെ സഹായിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലോ എന്നുള്ളത്. അപ്പോൾ നമ്മളായിട്ട് തന്നെയാണ് ഒരു സഹായിക്കാൻ നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സ് മാറ്റുന്നത് തന്നെ. അത് ശരിക്കും പറഞ്ഞാൽ രേണു സുധിയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച തെറ്റാണെന്നതിന് സംശയമില്ല. അത് രേണു സുധി ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രേണു സുധിക്ക് നല്ലത്. കാരണം കിച്ചുവിന്റെ പ്രായം കുറവാണെങ്കിലും അവൻ നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്, പ്രവർത്തിക്കുന്നത്. രേണു സുധിയാണ് ഇത് നിലത്തുമല്ല ആകാശത്തുമല്ല എന്നുള്ള രീതിയിൽ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പോകുന്നത്. ഇനിയെങ്കിലും ആ ഒരു അഹങ്കാരം മാറ്റി വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ രേണു സുധിക്ക് തന്നെ നല്ലതെന്ന് പറയും.